ദൈവത്തിന്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു പ്രാർത്ഥനാ മീറ്റിംഗിൽ എനിക്കും പങ്കെടുക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പാസ്റ്റർക്കും ഈ ഗ്രൂപ്പിലുള്ളവർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. എന്റെ പേര് ലിജു കുര്യാക്കോസ്. എന്റെ സ്വദേശം തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ താമസിക്കുന്നത് മരട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങള് പ്രവർത്തിക്കുന്നത് ഛത്തീസ്ഗഡിൽ അംബികാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അംബികാപൂർ എന്ന് പറയുന്നത് ബിലാസ്പൂർ, റായ്പൂർ, അവിടുന്ന് ഒരു 10 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് എത്തുന്ന സർഗുജ ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കൊടാക്കു എന്ന് പറയുന്ന ഒരു ആദിവാസി സമൂഹത്തിന്റെ ഇടയിലേക്കാണ് ഞങ്ങൾ 2005 കാലഘട്ടങ്ങളിൽ സുവിശേഷ പ്രവർത്തനവുമായിട്ട് പോകുവാൻ ദൈവം സഹായിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവവചന പരിഭാഷയുടെ പ്രവർത്തനത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ കടന്നു പോകുവാൻ ഇടയായത്. അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ചെറിയ ഒരു അനുഭവവും ദൈവം ഈ ദിവസങ്ങളിൽ എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശവും കൂടി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവിടുത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുറച്ച് പവർ പോയിന്റ്സ് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ കൊടാക്കു എന്ന് പറയുന്ന ജനസമൂഹം ഏകദേശം 1 ലക്ഷം പേരാണ് ഉള്ളത്. അവരുടെ മെയിൻ ആയിട്ടുള്ള വാസസ്ഥലം എന്ന് പറയുന്നത് അവര് പ്രധാനമായിട്ട് താമസിക്കുന്നത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിലാണ്. അവരുടെ ജീവിത രീതി നമ്മളിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. അവര് ഒരു ആദിവാസി സമൂഹമാണ്, ഗവൺമെന്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആദിവാസി സമൂഹമാണ്. അവരുടെ ഭാഷയിലും അവരുടെ സംസാര രീതിയിലും എല്ലാം വളരെ വ്യത്യാസമുണ്ട്. ഈ ജനത്തെ സംബന്ധിച്ചോളം നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മുണ്ട ലാംഗ്വേജ് ആണ് ഇവർ സംസാരിക്കുന്നത്. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്നത് പോലെ ഏതാണ്ട് മധ്യ പൂർവ ഇന്ത്യയുടെ ഭാഗത്താണ് ഇവര് താമസിക്കുന്നത്. ഏതാണ്ട് ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ ഭാഗങ്ങളുടെ ബോർഡറിലായതുകൊണ്ട് കുറെ ആളുകൾ ഛത്തീസ്ഗഡിലുണ്ട്. ഏതാണ്ട് 60,000 ആളുകൾ ഛത്തീസ്ഗഡിൽ താമസിക്കുന്നു. ജാർഖണ്ഡിൽ 40,000, ബാക്കി ആളുകൾ UP-യിലുണ്ട്. അങ്ങനെയുള്ള ഒരു സ്പ്രെഡായി കിടക്കുന്ന ഒരു സമൂഹമാണ് ഈ കൊടാക്കു ഭാഷാ സമൂഹം. ഇവരുടെ സാക്ഷരത വളരെ കുറവാണ്. ഏതാണ്ട് 10% മാത്രമേ ഉള്ളൂ. 100% സാക്ഷരതയുള്ളതാണ് നമ്മുടെ കേരളം. അതുമായി കമ്പയർ ചെയ്താൽ വളരെ പിന്നിലേക്ക് നിൽക്കുന്ന ഒരു സമൂഹമാണ് കൊടാക്കു ഭാഷാ സമൂഹം. എൻ്റെ വൈഫിന്റെ വീട് തൃശ്ശൂരാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മോൻ +1 പഠിക്കുന്നു, മോള് 7th പഠിക്കുന്നു, ഇളയ മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ബ്രദറും മദറുമാണ് ഫോട്ടോയിലുള്ളത്. എൻ്റെ ബ്രദർ അദ്ദേഹം റിസർച്ച് ചെയ്യുന്നു, ഫിസിക്സിൽ അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പിതാവ് 2015 ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇപ്പോൾ മാതാവും ഞങ്ങളുമായിരിക്കുന്നു. എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ വളരെയധികം സഹായം ഈ ഒരു പ്രവർത്തനത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. പിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശുഷ്കാന്തിയും ഞങ്ങളെ അതിനുവേണ്ടി വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ സുവിശേഷ വേലയിൽ ആയിരിക്കുന്നത്. 2012 ഞങ്ങളുടെ ഫീൽഡിൽ വന്ന് വിസിറ്റ് ഒക്കെ ചെയ്ത് അതിനുശേഷം 2014 വന്ന് വിസിറ്റ് ചെയ്ത് പോന്നതിന് ശേഷമാണ് ഒരു ക്യാൻസർ രോഗത്തിന്റെ പ്രയാസത്താൽ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാണ് വന്നത്. എങ്കിലും ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം ഞങ്ങളെ കുടുംബമായി പ്രവർത്തനത്തിൽ ദൈവം സഹായിക്കുന്നു. കൊടാക്കു താറാപ്പാനി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഞങ്ങൾ 2006 മുതൽ താമസിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. വളരെയധികം
പ്രയാസമുള്ള അല്ലെങ്കിൽ ചെന്നെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ കൊടാക്കു വില്ലേജ്. ഏതാണ്ട് 450ഓളം ആളുകൾ, കൊടാക്കു ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഈ വില്ലേജിൽ താമസിക്കുന്നു. അവരുടെ ഭാഷയും വേഷവും സംസ്കാരവും എല്ലാം വളരെ വ്യത്യസ്തമാണ്. എങ്കിലും ദൈവം ഞങ്ങളെ അയച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ചെല്ലുവാൻ ദൈവം സഹായിച്ചു. കൊടാക്കു സമൂഹത്തിന്റെ ഇടയിൽ താമസിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എങ്കിലും ദൈവം തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നു. അതിനാൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ദൈവം സഹായിച്ചു. എന്റെ വിവാഹത്തിന് ശേഷമാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, ഒരു സർവേ ഉണ്ടായിരുന്നു. വേദപുസ്തക പരിഭാഷ എവിടെയൊക്കെ ആവശ്യമുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവേ നടത്തിയതിന്റെ ഭാഗമായി അന്നുവരെയും അറിയില്ലാത്ത ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരുന്നു കൊടാക്കു ഭാഷ, കൊടാക്കു ജനങ്ങൾ. ആ സമൂഹത്തിന്റെ ഇടയിൽ വേദപുസ്തക പരിഭാഷ വളരെ ആവശ്യമാണ് എന്ന് മനസ്സിലാകുകയും അങ്ങനെ അതിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുവാണ്ട് വന്നത്. ഒരു കാണുന്ന ഈ വില്ലേജിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പോ നല്ല മഴയുള്ള ഒരു സമയമാണ്. അവിടെയുള്ള ഗ്രാമത്തിന്റെ തലവൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കണം, ഞങ്ങൾ സമൂഹത്തിന് ഉന്നതനായി തീരണം എന്ന് ഉള്ള ഒരു വലിയ ആഗ്രഹം അദ്ദേഹം പറയുവാണ്ട് വന്നു. ഞങ്ങൾ അത് കേട്ടപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ ഭാഷ പഠിക്കാൻ വന്നതാണ്. അനേകം ആളുകൾ ഞങ്ങളെ തിരസ്കരിച്ചപ്പോൾ ഈ ഭാഷ, ഈ സമൂഹത്തിന്റെ ഈ ഗ്രാമത്തലവൻ പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം, ഞങ്ങൾ നിങ്ങളെ ഏത് രീതിയിൽ വേണം സഹായിക്കാം എന്നുള്ള ഒരു സംസാരം ഞങ്ങളോട് പറയുവാണ്ട് വന്നു. അങ്ങനെ 2006 മുതൽ അവരുടെ താറാപാനി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ താമസിപ്പാൻ ദൈവം സഹായിച്ചു. വളരെ അപരിഷ്കൃതമായ ഒരു മണ്ണുകൊണ്ടുള്ള ഒരു ഭവനത്തിലാണ്. ഇതാണ് ഞങ്ങൾ ആദ്യമായി താമസിച്ച ഒരു വീട്. ആ വീട് ഞങ്ങൾക്ക് വേണ്ടി അവര് ഒരുക്കി തന്നു. കാര്യങ്ങളെല്ലാം നന്നായി ദൈവം സഹായിച്ചു. അതിനിടയിൽ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും മലയാളം മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ ഹിന്ദിയോ അവരുടെ ഭാഷയോ അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുവാനും ഈ താമസിക്കാനുള്ള കാര്യങ്ങളെല്ലാം സംസാരിപ്പാനിട വന്നത്. അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ കരുണ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള അവസരം ഉണ്ടായത്. ഇവർ സംസാരിക്കുന്ന ഭാഷ കൊടാക്കു, അതിന് ഞങ്ങൾക്ക് പറയാൻ അറിയില്ലായിരുന്നു. തുടക്കത്തിൽ ഹിന്ദിയിലൂടെ ആയിരുന്നു അവരോട് സംസാരിച്ചത്. അത് കുറച്ച് അറിയാവുന്ന ആളുകൾ ഒരുമിച്ച് കൂടി അവരോട് പറയുവാനാണ് ഞങ്ങൾക്ക് സഹായിച്ചത്. വാസ്തവത്തിൽ അവർ സംസാരിക്കുന്ന ഭാഷ കൊടാക്കു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജ് ഹിന്ദി ആണെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സാദരിയാണ്. പിന്നീട് ആണ് ഇവരുടെ മദർ ടങ് അല്ലെങ്കിൽ മാതൃഭാഷയായിട്ട് വരുന്നത്. അങ്ങനെ പല ഭാഷകൾ ഉള്ള ഒരു സമൂഹമാണ് ഈ കൊടാക്കു സമൂഹം. ആ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഏത് രീതിയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കണമെന്നതിനെ കുറിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഭവനം ലഭിക്കാനായി ഞങ്ങൾ പല വില്ലേജുകൾ കയറി ഇറങ്ങിയതാണ്. പിന്നീട് ഒരു ഗ്രാമത്തലവൻ ഞങ്ങളോട് വളരെയധികം സ്നേഹത്തിൽ സംസാരിക്കുകയും അവർക്ക് ഞങ്ങൾ പല പ്രാവശ്യം കുടുംബമായി വിസിറ്റ് ചെയ്തത് അവർക്ക് വളരെ സന്തോഷമാവുകയും അവര് ഞങ്ങളെ ആ ഗ്രാമത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. എൻ്റെ വൈഫിനെ അവിടുത്തെ ഗ്രാമത്തലവന്റെ ഒരു മകളായിട്ട് സ്വീകരിക്കുകയും എന്നെ വേറൊരു ട്രൈബിലെ ഒരു മകനായിട്ട് സ്വീകരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരുടെ ഇടയിൽ താമസിക്കാനായിട്ട് വന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവിക പ്രവൃത്തിയെല്ലാം ഉണ്ടാകുവാണ് വന്നു. ഞങ്ങളവിടെ ഒരു ഭാഷാ പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരത്തിൽ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ആ ഒരു ലേബലിലാണ് ഞങ്ങൾ അവിടെ താമസിക്കുവാനുള്ള തുടക്കം കുറിച്ചത്. പല നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഇടയിലേക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലുവാനോ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനോ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. എന്തായാലും ദൈവത്തിന്റെ സമയമായപ്പോൾ വളരെ അനുഗ്രഹത്തോടെ അവരുടെ വലിയ സ്നേഹവും വളരെ കൈത്താങ്ങൽ ലഭിക്കാനിട വന്നു. വളരെ ഗ്രാമവാസികളുടെ വളരെ സഹായത്താൽ ഞങ്ങൾക്ക് അവിടെ കുറച്ചു നാൾ താമസിപ്പാൻ ദൈവം സഹായിച്ചു. നമ്മുടെ ആധുനിക സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഇല്ലാത്ത ഒരു ഭവനമാണിത്. വളരെ ദൂരത്തിലേക്ക് പോകണം. അവിടെ ആരും അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ഭവനം പണിയുവാനുള്ള ഒരു സ്ഥലം
ആ ഗ്രാമത്തലവനോട് ചോദിക്കുവാനും അദ്ദേഹം അത് അനുവദിക്കുവാനുണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ആ വില്ലേജിൽ ഒരു ചെറിയ ഭവനം ഉണ്ടാക്കി. അതിൽ ഒരു ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഉണ്ടാക്കുവാൻ ദൈവം സഹായിച്ചു. അതുമൂലം അത് പഠിക്കാൻ വന്ന കുറച്ച് ആളുകൾ വേറൊരു ട്രൈബിലുള്ള സുവിശേഷം പങ്കുവയ്ക്കുന്ന കുറച്ച് സഹോദരങ്ങളായിരുന്നു. അവർ മുഖാന്തരം അവർ പല പാട്ടുകൾ പാടുകയും അവര് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ്, എങ്ങനെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് ആദ്യമായി ഞങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് വന്നു. ഇവര് ഇങ്ങനെ സുവിശേഷം പറയുന്നവരാണ്. അങ്ങനെയെല്ലാം പറഞ്ഞപ്പോ ഞങ്ങളോട് ഞങ്ങൾ അവരുമായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ദൈവവചന കാര്യങ്ങൾ സംസാരിപ്പാനായിട്ട് വന്നു. ഞങ്ങൾ ഈ വീട് പണിയുന്നതിന് വേണ്ടി സഹായിച്ച ആളുകളാണ്. അതിലൊരാള് വിജയ് എന്ന് പറയും. യുവാവ് ഞങ്ങളോട് ചോദിച്ചു, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ സവിസ്തരമായി അദ്ദേഹത്തോട് ദൈവവചന ഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഭവനത്തിൽ വളരെയധികം പ്രയാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും വളരെ കാര്യങ്ങൾ പറയുവാനായിട്ട് വന്നു. അപ്പോഴേക്കും ഏതാണ്ട് 1.5 വർഷത്തോളമായി അവരുമായിട്ടുള്ള നല്ല സ്നേഹ ബന്ധത്തിലായി തീരുവാനും ആ വില്ലേജുകാര് വളരെയധികം ഞങ്ങളെ സ്വീകരിക്കുവാനും എല്ലാം ഇട വന്നു. സാധാരണ ആരും ഈ വില്ലേജിലേക്ക് പോവുകയോ അവരുമായുള്ള ബന്ധങ്ങളോ സ്ഥാപിക്കുകയില്ല. അതിനെല്ലാം വില്ലേജിലുള്ളവർക്ക് പുറമേ ഉള്ള ആളുകളുമായിട്ട് വളരെ ഭയത്തോടെയാണ് കാണുന്നത്. കാരണം വർഷങ്ങളോളം അടിമത്തത്തിലായിരുന്ന ഒരു അടിമ സ്വഭാവമാണ് ഈ വില്ലേജിലുള്ളവർക്ക് അല്ലെങ്കിൽ കൊടാക്കു ആളുകൾക്ക്. പെട്ടെന്ന് അവരുടെ ആ രീതിയിൽ മാറ്റം വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ വളരെയധികം പ്രയാസത്തോടെ ആണ് പുറം ലോകത്തോട് ഇടപെടുന്നത്. അവരെ ചൂഷണം ചെയ്യുകയും അവരെ വളരെയധികം പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു പഴയ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ടാണ് അവര് ആ രീതിയിൽ ഇടപെടാൻ കാരണം ഉണ്ടായത്. എന്തായാലും വിജയ് എന്ന് പറയുന്ന സഹോദരനോട് സുവിശേഷങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഗ്രാജുവലായി അവന്റെ ജീവിതത്തിലേക്ക് ദൈവവചനത്തിന്റെ സത്യങ്ങൾ എത്തുവാൻ തുടങ്ങി. അവൻ പറഞ്ഞു, വയ്യ, ഞങ്ങളുടെ ജീവിതത്തിൽ ഭവനത്തിൽ വളരെയധികം പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവന്റെ ഭവനത്തിൽ മന്ത്രവാദവും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അവന്റെ ജീവിതത്തിൽ രോഗം വിട്ടുമാറാതെ എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നാം എല്ലാം ചിന്തിക്കുന്നതിനേക്കാളൊക്കെ വളരെയധികം ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ വളരെ കൃത്യമായി ഇവരുടെ ഇടയിലുള്ള മന്ത്രവാദങ്ങളെല്ലാം കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാളെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു ഭവനക്കാരൻ അടുത്ത ഭവനക്കാരനിലേക്ക് മന്ത്രവാദം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാം. ആരും അതിനകത്ത് ഉയർന്നു വരുന്ന രീതിയിലേക്ക് വരാറില്ല. എല്ലാവരും ഒരേ രീതിയിൽ വളരെയധികം കഷ്ടപ്പാടോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. അതിന്റെ എല്ലാം പിന്നിൽ തമ്മിലുള്ള ദേഷ്യവും മന്ത്രവാദവും ഒക്കെയാണ്. അവിടെയുള്ള ഒരുവിധം പ്രായമുള്ള ആളുകളെല്ലാം വളരെയധികം മന്ത്രം ചെയ്യുന്നവരാണ്. എന്നാൽ ഈ ഒരു ദൈവ സന്ദേശം വിജയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനിട വന്നു. അവനും അവന്റെ 5 കൂട്ടുകാരും യേശുവിനെ സ്വീകരിച്ചു. അത് വളരെയധികം പ്രയാസമായി മാറുവാനിട വന്നു. ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആ വീട് പണിതത്. ആ വീട് ഞങ്ങൾക്ക് ഉപേക്ഷിച്ച് പോരേണ്ടതായി വന്നു. അവിടുത്തെ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് നിർത്തേണ്ടതായി വന്നു. ദൈവവചനത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള വളരെ ദുഃഖത്തോടുകൂടെ ഞങ്ങൾ തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറുവാനിട വന്നു. നാസിക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്നു. ദൈവം ആയിരിക്കുന്ന സമയത്ത് ദൈവം അയക്കുന്ന സ്ഥലത്തേക്ക് പോകാം എന്നുള്ള വലിയ ഒരു ചിന്തയോടെ നാട്ടിൽ വന്ന് കുറച്ച് നാൾ താമസിച്ചപ്പോഴേക്കും വളരെ വ്യക്തമായ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഞങ്ങളോട് സംസാരിപ്പാട് വന്ന് നിങ്ങൾ തിരിച്ചു ചെല്ലണം. അങ്ങനെ ഒരു ദൈവിക സന്ദേശത്തിന്റെ പുറത്ത് വീണ്ടും ഞങ്ങൾ കടന്നു ചെല്ലുവാനായിട്ട് വന്നു. ഈ ഗ്രാമസമൂഹത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചിരുന്നു. 2004 ഞാനൊരു ട്രെയിനിങ്, ബൈബിൾ ട്രാൻസ്ലേഷന്റെ ഒരു 3 മാസത്തെ ട്രെയിനിങ് ആണ് ഇതിന്റെ തുടക്കത്തിലുള്ള ഒരു ട്രെയിനിങ്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എവിടെ പോകണമെന്നുള്ളതിനെ കുറിച്ച് വളരെയധികം വിഷമത്തോടെ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയോടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് ദൈവം ഭാദുവ എന്ന് പറയുന്ന ഒരു വാക്ക് സംസാരിപ്പാനിട വന്നത്. ആ വാക്കിൽ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചു. അതിനുശേഷം 2 വർഷത്തിന് ശേഷം ഞങ്ങൾ ചെയ്ത സർവേയിൽ ജാർഖണ്ഡിൽ ഒരു ഉൾഗ്രാമത്തിൽ, ഭാദുവ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ഒരു അങ്ങനെയുള്ള പേരുള്ള ഗ്രാമത്തിൽ ചെല്ലുവാൻ ദൈവം സഹായിച്ചു. അവിടെ സംസാരിക്കുന്ന ഭാഷയാണ് ഈ കൊടാക്കു ഭാഷ.
അങ്ങനെയാണ് ഞങ്ങൾ ഈ ഭാഷയിൽ ആണ് ദൈവവചനം പരിഭാഷപ്പെടുത്തുവാനായി ദൈവം തെരഞ്ഞെടുത്തതെന്ന് ഞങ്ങൾ തിരിച്ചറിയുവാനും അവിടെ താമസിപ്പാനല്ലാണ് വന്നത്. എന്നാൽ ഈ പ്രയാസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, അതിനുശേഷം 2-3 വർഷത്തിന് ശേഷം ഈ പ്രയാസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുകയില്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് ആ ഉദ്ദേശമായിരിക്കില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ തിരിച്ചു വരുവാനും വളരെയധികം പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് സഹിക്കേണ്ടതായി വന്നു. പ്രധാന കാരണം ഞങ്ങളെ കുറിച്ച് സുവിശേഷം പങ്കുവയ്ക്കുന്നു എന്നുള്ളത് അവിടുത്തെ പത്രമാധ്യമങ്ങളിലൂടെയും മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു കാരണവും എല്ലാം പറഞ്ഞ് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഞങ്ങളെ വളരെയധികം പീഡിപ്പിപ്പാട് വന്നു. എങ്കിലും ദേഹോപദ്രവമൊന്നും ഏൽപ്പിച്ചില്ല. ഞങ്ങൾക്കെതിരെ വളരെയധികം കെണികൾ അവിടെ ആളുകൾ ഒരുക്കുവാണ്ട് വന്നു. പോലീസ് കേസ് ഉണ്ടാക്കുവാനും വീണ്ടും അവിടെ ചെല്ലാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവര് ചെയ്തു. അവിടുത്തെ പ്രധാന നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടിയായിരുന്നു ആ ഒരു സംരംഭം ഉണ്ടാക്കിയത്. എങ്കിലും 2 മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ കടന്നു ചെന്നു. ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് ഞങ്ങൾ ചെന്നത്. അവിടെ ചെന്നപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറയുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾക്കെതിരെ ആരൊക്കെയാണോ നിന്നിരുന്നത് അവര് തമ്മിൽ ചിത്രിക്കുവാണ്ട് വന്നു. പല രാഷ്ട്രീയ പാർട്ടികളായിരുന്നു, അവരെല്ലാം ചിത്രിച്ചു പോവാണ്ട് വന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരു കത്തോലിക്ക സമൂഹത്തിലുള്ള കുറച്ച് ആളുകളുണ്ട്. അവര് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളോട് പറയാം, ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുവാണ്ട് വരും എന്ന് പറയുവാണ്ട് വന്നു. അതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ പങ്കുവെച്ച ഈ വിജയം അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടതായിരുന്നു. അവരോട് പറഞ്ഞു ആ വില്ലേജിൽ നിന്ന് പോകണമെന്നും അവർക്ക് ആ വില്ലേജിൽ നിന്ന് വെള്ളം കൊടുക്കാതെയായി. അവരുടെ മാതാപിതാക്കന്മാർ വിശ്വാസത്തിൽ വന്നില്ല എങ്കിൽ അവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. ഈ 5 സഹോദരങ്ങൾ, ആ കൂട്ടുകാർ, അവരൊരുമിച്ച് അവരുടെ പഞ്ചായത്ത് കൂട്ടങ്ങളിൽ എഴുന്നേറ്റ് അവരെ വളരെയധികം പീഡിപ്പിക്കുവാനും വളരെയധികം ന്യായം വിധിക്കുവാനും അങ്ങനെയുള്ള വളരെ പ്രയാസത്തിലൂടെ എല്ലാവരും കടന്നുപോയി. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ഈ ദൈവം ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാനായിട്ട് വരും. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വന്നു എന്ന് അവരുടെ ഉറച്ച തീരുമാനം കൊണ്ട് അവർക്ക് വില്ലേജിൽ നിന്ന് മാറി കാടുകളിൽ താമസിക്കേണ്ടതായി വന്നു. അനേക ദിവസങ്ങൾ അവർ ഒളിച്ചു താമസിച്ചു. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോഴേക്കും അവരുടെ ആ പ്രയാസങ്ങളെല്ലാം മാറി. അവര് ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഈ വില്ലേജിൽ പ്രാർത്ഥന തുടങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം, പീഡനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ദൈവത്തെ വിട്ടുപോവുകയില്ല, ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഒരു പ്രാർത്ഥന ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ ആ താമസിച്ച കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങളായിരുന്നു. കാരണം ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയ ഒരു പട്ടണത്തിൽ നിന്നാണ് ഞങ്ങൾ കുടുംബമായി അവിടെ ചെല്ലുവായിട്ട് വരുന്നത്. ആ വില്ലേജിൽ ആദ്യമായി കറണ്ടോ വെള്ളത്തിന് ബോർവെൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. യാതൊരു അത്യാധുനിക സൗകര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾക്ക് താമസിക്കുവാനും ആ സമൂഹത്തോടുള്ള സ്നേഹം പിടിച്ചെടുക്കുവാനും എല്ലാം ദൈവം സഹായിച്ചു. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ സംവിധാനങ്ങളോ കറണ്ട് ഒന്നുമില്ലായിരുന്നു, വാഹന സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. പക്ഷെ ദൈവം അവിടെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോന്നോരോന്നും ഞങ്ങൾക്ക് പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ലഭിപ്പാനിവിടെ വന്നു. ആ വില്ലേജ് വളരെയധികം അഡ്വാൻസ്ഡ് ആയി. ദൈവവചനം അവരുടെ ഇടയിലേക്ക് എത്തുവാനും അവർക്ക് ഈ മോഡേൺ ഫെസിലിറ്റിയിലുള്ള മൊബൈൽ സംവിധാനങ്ങളെല്ലാം ലഭിക്കുന്ന രീതിയിലേക്ക് എല്ലാം കടന്നു വന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവവചനം എത്തുമ്പോൾ ഓരോ ഭാഷക്കാരുടെ ഇടയിൽ വളരെ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുവാണ്ട് വരുന്നത്. ദൈവവചനമാണ് അവരുടെ ജീവിതത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാണ്ട് വരുന്നത്. ഞങ്ങൾ കടന്ന് ചെന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൈവ സന്ദേശം അവരോടെല്ലാം പങ്കുവെക്കുമ്പോൾ അവർ വളരെ ആകാംക്ഷയോടെ അത് സ്വീകരിക്കുവാനുള്ള ഒരു നല്ല മനസ്സോടുകൂടിയാണ് ഇരിക്കുന്നത്. വളരെയധികം കുറച്ച് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ സുവിശേഷത്തെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. ദൈവം വലിയ അത്ഭുത പ്രവൃത്തി അവിടെ നടത്തുവാണ്ട് വന്നു. ഇന്ന് ഏതാണ്ട് 120ഓളം ആളുകൾ ആരാധിക്കുന്ന ഒരു സഭ അവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആ ദൈവസ്നേഹത്തിന്റെ ആഴം അവരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിലേക്ക് ഓരോ നിമിഷവും മുന്നിലേക്ക് നയിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ പീഡനങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ദൈവസ്നേഹത്തിന്റെ ആഴം വർദ്ധിപ്പാണ്ട് വരും. നമ്മുടെ ജീവിതത്തിൽ അത് കുറയുമ്പോൾ, അല്ലെങ്കിൽ പരിശോധനകൾ കുറയുമ്പോൾ ദൈവസ്നേഹത്തിന്റെ ആഴം കുറയുന്ന ഒരു അവസ്ഥ കാണാണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് എൻ്റെ 2ാമത്തെ മകൾക്ക്
വളരെയധികം പ്രയാസങ്ങൾ നേരിടുവാൻ വന്നു. അവളുടെ ജനനം പോലും ഞങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് ഉണ്ടായത്. പക്ഷെ ദൈവം ഞങ്ങളെ ആ അവസ്ഥയിലെല്ലാം മാനിച്ചു. ഞങ്ങൾക്ക് നല്ലൊരു പൈതലിനെ ദൈവം ദാനമായി തന്നു. ജനിച്ച ശേഷം അവൾ ഒരു പ്രയാസപ്പെട്ട ശസ്ത്രക്രിയയിലൂടെ എല്ലാം കടന്നുപോയി. പക്ഷേ ഇന്ന് അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നല്ലൊരു കുട്ടിയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം ദൈവത്തിന്റെ ഒരു കരുണയായിരുന്നു. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ ചാരുവാനുമുള്ള ഒരു അവസരം, അത് ദൈവത്തിന്റെ ആ സ്വഭാവത്തിന്റെ മാധുര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. 2004, 5, 6 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അവിടെ ആദ്യം തുടക്കം കുറിച്ചത് ദൈവവചന പരിഭാഷയ്ക്ക് മുമ്പായി അവരുടെ ഭാഷ പഠിക്കുക, അവരുടെ ഭാഷയിലേക്ക് പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യുക, അവരെ സാംസ്കാരികമായി ഉയർത്തുക, അവരുടെ ഇടയിലേക്ക് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, മെഡിക്കൽ വർക്കുകൾ ചെയ്യുക, അതുപോലെ അവരുടെ ഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റുകളും ഡിക്ഷണറികളും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ എല്ലാം തുടക്കം ദൈവം നല്ല രീതിയിൽ നടത്തി. അതിനുശേഷം ഏതാണ്ട് 2 വർഷത്തോളം ആകുമ്പോഴായിരുന്നു ഞങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് വന്നത്. ആദ്യമായി അവരുടെ ഇടയിലേക്ക് അവരുടെ ഭാഷയിൽ സ്റ്റോറി അല്ലെങ്കിൽ ഫെലോഷിപ്പ് ഗ്രൂപ്പുകൾ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. ആ ഭാഷ പഠിച്ച് ആ ഭാഷയിൽ അവർ പറയുന്ന പോലുള്ള രീതിയിലുള്ള കഥകൾ അവരിലേക്ക് പങ്കുവയ്ക്കുവാനായിട്ട് വന്നു. അവരുടെ കഥകൾ അവരുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സുവിശേഷം അടങ്ങുന്ന ആ കഥകൾ അവർ പല വില്ലേജുകളിൽ പോയി പറയുവാനായിട്ട് വന്നു. ചെറിയ കൂട്ടങ്ങളായിരുന്നുകൊണ്ട് ആ കഥകളെ കുറിച്ച് സംസാരിപ്പാനായിട്ട് വന്നു. അത് അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ സംഭവിച്ചു. അതിലൊരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ഭാഷയിൽ ഇവർ പറയുന്ന ഈ കഥകൾ ഏതോ ഒരു പൂർവിക ആൾ എഴുതിയ കഥയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടേതായ കഥകളാണ്. അത് ഞങ്ങൾ കേൾക്കുവാനും ഞങ്ങൾ അതനുസരിക്കുവാനായിട്ട് വരുമെന്നുള്ള ആ വലിയൊരു തീരുമാനത്തിലേക്ക് വരുവാനായിട്ട് വന്നു. അങ്ങനെ പറഞ്ഞ അനേകം ഗ്രാമങ്ങൾ ഉണ്ടാകുവാനായിട്ട് വന്നു. അതെല്ലാം സുവിശേഷത്തിന്റെ കഥകളായിരുന്നു. ഒരു ഒറാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ അത് ചെയ്യാനായിട്ട് വന്നത്. കഥകൾ ഞങ്ങൾ ഒരു ചെറിയ കാസറ്റ് പോലുള്ള കാര്യത്തിൽ റെക്കോർഡ് ചെയ്ത് അവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് വന്നു. അപ്പോൾ പ്രായമുള്ളവർക്കെല്ലാം കേൾക്കുവാനും അവർ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിപ്പാനായിട്ട് വന്നു. അതായിരുന്നു അവരുടെ ഭാഷയിൽ ആദ്യമായി ലഭിച്ച ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം അവരുടെ ഇടയിൽ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ, അവിടുത്തെ വില്ലേജിലുള്ള സ്കൂളുകളും പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അന്നുവരെ അവരുടെ ജീവിതത്തിൽ ഹോസ്പിറ്റലുകളിൽ പോകുന്നത് വളരെ ദുർലഭമാണ്, വളരെ ഭയമാണ് അവർക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അവിടെയുള്ള ഒരു ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടേഴ്സ് കടന്നു വന്ന് ഞങ്ങളോടൊപ്പം അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു. ഇന്ന് അനേകം പേർ അവർക്ക് അസുഖം, ആ വില്ലേജിലുള്ള ആളുകൾ പോയി, അല്ലെങ്കിൽ പല വില്ലേജിലുള്ളവർക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അറിവ് അവർക്ക് ലഭിക്കാനായിട്ട് വന്നു. എങ്കിലും അനേകം ആളുകളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, പോവാതിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. എങ്കിലും ഒത്തിരി ആളുകൾക്ക് രൂപാന്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ മരണത്തിന്റെ സമയത്ത് അവര് എടുക്കാൻ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവര് ആ ദിവസത്തിൽ തന്നെ അടക്കമായിട്ട് വരും. അതിന്റെ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് കാട്ടുപ്രദേശമൊക്കെ ആയതുകൊണ്ട് അവര് അത് വളരെയധികം താഴെ കുഴിച്ചൊക്കെയാണ് അത് ചെയ്യുന്നത്. അവര് ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ടുപോയി ഡെഡ് ബോഡിക്ക് വേണ്ട സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ പണമായിട്ടും അതുപോലെ ഉടുപ്പോ കാര്യങ്ങളൊക്കെ ആ ഡെഡ് ബോഡിക്ക് വേണ്ടി ആ കുഴിയിൽ ഇടുവാനായിട്ട് വരും. അങ്ങനെയുള്ള ഒത്തിരി തെറ്റായ വിശ്വാസങ്ങൾ അവരുടെ ഇടയിലുണ്ട്. അവർ ചിന്തിക്കുന്നത് മരിച്ച ആ വ്യക്തി അവരെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നും ആ സ്ഥലത്ത് ആത്മാവ് അല്ലെങ്കിൽ ആ ജീവിതം ജീവിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോ അതിനുവേണ്ടി അവർ പണം, അവർ വളരെ പാവപ്പെട്ടവരാണ്, എങ്കിലും അവരിലുള്ള പൈസ എല്ലാം കുഴിയിലിടുകയും അതിനുവേണ്ട ഉടുപ്പും വസ്ത്രവും എല്ലാം അവര് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒത്തിരി അന്ധവിശ്വാസങ്ങളുള്ള ഒരു സമൂഹമാണ്. അതിൽ നിന്നെല്ലാം വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ വളരെ പ്രശ്നങ്ങൾ വിശ്വാസികൾക്ക് അനുഭവപ്പെടാതെ വന്നു.
ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ശനിയാഴ്ച വാസ്തവത്തില് വിശ്വാസത്തിൽ വന്ന ആളുകളും വിശ്വാസത്തിലെ അവിശ്വാസികളുമായുള്ള ഒരു ചർച്ചയായിരുന്നു. വിശ്വാസത്തിൽ വന്നവർക്ക് അവര് ഈ മരണത്തിന് ശേഷം പല പ്രക്രിയയിലും ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ പുതിയ ഒരു മതമാണ് ഇതിനകത്ത് പറയും, ഞങ്ങളുടെ രീതി റിവാജ്, ഞങ്ങളുടെ സംസ്കാരം നിങ്ങൾ വിട്ടുകളയുകയാണ് എന്നെല്ലാം പറഞ്ഞ് വളരെയധികം പ്രയാസത്തിലൂടെ കടന്നുപോയി. അതിനുവേണ്ടിയുള്ള ഒരു കോംപ്രമൈസ് ചർച്ചകളെല്ലാം നടപ്പാടെ വന്നു. അവിടുത്തെ മരിച്ച ശേഷം ആളുകളെ അടക്കി വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ തലമുണ്ടലം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോ അത് വിശ്വാസികൾ ചെയ്യാതിരുന്നപ്പോൾ അതിനെതിരെ അവർ ശക്തമായി പ്രതിഷേധിപ്പാനുള്ള ഇട വന്നു. അതിൻ്റെതായ വിദ്വേഷം അതുമൂലം വളരെയധികം പ്രയാസത്തിലൂടെ എല്ലാം കടന്നു പോകാണ്ട് വന്നു. എങ്കിലും ദൈവം അവിടെ എല്ലാം സഹായിച്ചു. പല വില്ലേജുകളിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവിടെ എല്ലാം വളരെയധികം ചർച്ച വളരുവാനുള്ള ഒരു അവസരം ദൈവം നൽകുവാണ്ട് വന്നു. പല സഭക്കാർ, പല ചർച്ചുകാർ അവിടെ വന്ന് പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അവര് വന്ന് ഡ്രസ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ബൈബിൾ പഠിപ്പിക്കാനൊക്കെ ഉള്ള സഹായങ്ങൾ അനേകം പേർ ചെയ്തു. അതൊരു വലിയ ദൈവിക പ്രവൃത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച ആ ഗ്രാമത്തിൽ നിന്നും ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, കൊടാക്കു ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ വേദപുസ്തക പരിഭാഷയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം 4 സഹോദരങ്ങൾ സമർപ്പിച്ചു. അവരുമായി ആദ്യമായി ഞങ്ങൾ ലിറ്ററസിക്ക് വേണ്ട കാര്യങ്ങൾ, എഡ്യൂക്കേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അത് അവരുടെ ജീവിതത്തിന്റെ വലിയൊരു കാൽവെപ്പായിരുന്നു. അനേകം കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതൃഭാഷയിൽ തന്നെ പഠിക്കുവാനും വളരുവാനുള്ള അവസരങ്ങൾ ദൈവം തന്നു. അവിടുത്തെ പല ലോക്കൽ സ്കൂളുകളിലും ലേണിംഗ് സെന്റർ വഴി പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അനേക ഗ്രാമങ്ങളിൽ ഈ ദൈവവചനം കടന്നെത്തിയത് കൊണ്ട് സഭകൾ ഉണ്ടാകുവാൻ ദൈവം സഹായിച്ചു. ഈ വിശ്വാസത്തിൽ വന്ന താറാപ്പാനിയിലുള്ള സഹോദരങ്ങൾ പല വില്ലേജുകളിൽ കടന്നു ചെന്നു. അവരവിടെ അവരുടെ സുവിശേഷം അവരുടെ റിലേറ്റീവ്സിനോടാണ് അവര് വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ പറയുവാനായിട്ട് വരുന്നത്. പല വില്ലേജുകളിലുള്ള സുഹൃത്തുക്കളോടും അവരെ അറിയാവുന്നവരോടും ഈ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അവരുടെ ഇടയിലേക്ക് വളരെയധികം രൂപാന്തരത്തിലേക്ക് നയിക്കുവാനും ദൈവം സഹായിച്ചു. 2014 ആദ്യമായിട്ട് അവരുടെ ഭാഷയിലുള്ള പുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുവാണ്ട് വന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷവും അതുപോലെ തീത്തോസിന്റെ ലേഖനവും അടങ്ങിയ ബുക്കായിരുന്നു. അത് ദൈവവചനം അവരുടെ ഭാഷകളിൽ എത്തുവാൻ അത് ഒരു വലിയ ഉപാധിയായി തീരുവാണ്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ പല കോട്ടേജ് മീറ്റിങ്ങുകളും ഈവനിങ് പ്രയർ എല്ലാം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. 2019 അവിടെ ഒരു ആലയം പണിയുവാൻ ദൈവം സഹായിച്ചു. ഇതിന്റെ പിന്നിലെല്ലാം ഒത്തിരി സംഭവങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഭവനം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ ഭവനം, ദൈവത്തിന്റെ ഭവനം അവിടെ പണിയുവാൻ ദൈവം സഹായിച്ചത്. വളരെ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ദൈവം അത് ഒരു വലിയ ലാഭമാക്കി തീർക്കുവാനുള്ള ഒരു അവസരമാണ് ഇതുണ്ടായത്. വിശ്വാസത്തിലായിരുന്ന 2-3 സഹോദരങ്ങൾ അവരുടെ സ്ഥലം നമുക്ക് വിശ്വാസികൾക്ക് വേണ്ടി പങ്കുവെക്കുകയും അവിടെ ഒരു ഭവനം പണിയുവാനും അവിടെ ഏതാണ്ട് 10-200 പേർക്ക് പ്രാർത്ഥിക്കുവാനുള്ള, ആ വില്ലേജിൽ നിന്നുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായി. ഞങ്ങൾ പലപ്പോഴും പല പ്രോഗ്രാമുകളും അവരുടെ ഇടയിൽ കണ്ടക്ട് ചെയ്യുന്നു. ഒരുമിച്ച് വന്ന് ഭക്ഷിക്കുവാനും അവരുടെ ഇടയിൽ പ്രാർത്ഥനകളെല്ലാം സംഘടിപ്പിക്കുവാനും എല്ലാം ദൈവം സഹായിച്ചു. ഏതാണ്ട് 10-20ഓളം പാസ്റ്റർമാർ ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നു. ആനുവൽ മീറ്റിംഗ് ആയിട്ടും അതുപോലെ പല സഭാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ദൈവം നടത്തുവാനായിട്ട് വരുന്നു. അതുപോലെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ അവധി സമയങ്ങളിൽ പല മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിനുവേണ്ടി പല ഓർഗനൈസേഷനുകൾ കടന്നു വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. 2014 ജീസസ് ഫിലിം എന്ന് പറയുന്ന മിശിഹ ചരിത്രം അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഡബ് ചെയ്ത് ആദ്യത്തെ ഒരു വീഡിയോ അവർക്ക് കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഇവരുടെ ഇടയിൽ മാവോയിസം അല്ലെങ്കിൽ നക്സലിസം വളരെ റെലവന്റ് ആണ്. വിശ്വാസത്തിൽ വന്ന പലരും അവരുടെ കഥകൾ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവം അവർക്ക് വേണ്ടി എന്നാൽ ഇപ്പോൾ വളരെ കുറവാണ്
വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. വളരെയധികം ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അവരുടെ കുടുംബത്തിൽ അനാഥമാക്കപ്പെട്ട മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളെയൊക്കെയുള്ള അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. എങ്കിലും ദൈവം അവിടെ നിന്നെല്ലാം വിടുവിച്ച് അവരെ സഹായിക്കുന്നു. ഞങ്ങളോടൊപ്പം അനേക കുഞ്ഞുങ്ങൾ അവരെ പഠിപ്പിക്കുവാനും അവരെ സഹായിക്കുവാനും ഒക്കെ ഉള്ള ഒരു ദൈവകൃപ ഞങ്ങൾക്ക് തരുവാനുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത തലമുറയിൽ ഇവരായിരിക്കും കൊടാക്കു ജനതയെ ക്രിസ്തുവിന് വേണ്ടി നയിക്കുന്ന നേതൃത്വം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ഏതാണ്ട് 3-4 പേര് ബൈബിൾ കോളേജിൽ പഠിക്കാനൊക്കെ കടന്നു വന്നു. അവര് വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അവര് ദൈവവചനത്തിന്റെ കൽപ്പന പ്രകാരം സ്നാനപ്പെടണമെന്നെല്ലാം ആഗ്രഹിക്കുന്നു. പല ബൈബിൾ കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ച് അവിടെ ദൈവവചനം പഠിപ്പിക്കാനെല്ലാം ദൈവം സഹായിച്ചു. 2020 അവരുടെ മാതൃഭാഷയിൽ കൊടാക്കു ഭാഷയിൽ പുതിയ നിയമം പ്രിന്റ് ചെയ്ത് കൊടുക്കുവാൻ ദൈവം അവസരം തന്നു. അത് വലിയൊരു പ്രവൃത്തിയായിരുന്നു. കൊടാക്കുകളുടെ ഇടയിൽ മാതൃഭാഷയിൽ ദൈവവചനം വായിക്കുവാനും അവർക്ക് തിരിച്ചറിയുവാനും ദൈവത്തോടുള്ള ബന്ധം അഭേദ്യമായി തീരുവാനും എല്ലാം ദൈവം സഹായിച്ചു. ഒരു ലോക്ക്ഡൌൺ സമയത്താണ് ഇത് ചെയ്തത്. വളരെയധികം പ്രതികൂലങ്ങളുടെ എല്ലാം ഞങ്ങൾക്ക് ആ സമയത്ത് കടന്നു പോകേണ്ടതായി വന്നു. എങ്കിലും പ്രതികൂലങ്ങളെല്ലാം തരണം ചെയ്യുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി ആ സമൂഹത്തിന് വേണ്ടി വലിയ അത്ഭുതം പ്രവർത്തിക്കുവാനും ആ സമൂഹത്തിൽ ദൈവവചനം അവരുടെ ഭാഷയിൽ എത്തുവാനും എല്ലാം ഇടയാക്കി. അതുപോലെ മൊബൈൽ ആപ്പ് അവർക്ക് ദൈവവചനം കേൾക്കുവാനും വായിക്കുവാനും ഒരേ സമയത്ത് കഴിയുന്ന കാര്യങ്ങൾ അതിലൂടെ എല്ലാം ചെയ്യുവാൻ വന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ അനേക സഭകൾ ദൈവവചനത്തിന് വേണ്ടി അനേക ആളുകൾ വേർതിരിയുവാനും പല വില്ലേജുകളിൽ സുവിശേഷം പങ്കുവയ്ക്കുവാനും എല്ലാം ദൈവം സഹായിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്ന പോലെ അനേക ഭാഷക്കാർ, അനേക ജാതിക്കാർ എല്ലാവരും ദൈവവചനം ഈ കൊടാക്കു ഭാഷയിൽ നിന്നും ദൈവത്തെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ഭാഷയിൽ ദൈവവചനം ഉണ്ടാകുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, അതിന്റെ പിന്നിൽ അനേകം ആളുകൾ വളരെയധികം അധ്വാനത്തോടെയാണ് പ്രവർത്തിച്ചത്. ഇന്നും ഇന്ത്യയിൽ 120ഓളം ഭാഷകളിൽ ദൈവവചനം എത്തിയിട്ടില്ല. ദൈവവചനത്തിന്റെ ആ മാതൃഭാഷയിൽ എത്തുന്നതിന്റെ പ്രയോജനം വർഷങ്ങൾക്ക് മുമ്പ് കാമറൂൺ ടോൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സുവിശേഷം പത്രികകളിലൂടെ പങ്കുവെച്ചപ്പോൾ ആ ലഭിച്ച വ്യക്തി ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ദൈവം വലിയവനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഷയിൽ ആ ദൈവം സംസാരിക്കാത്തത്? അങ്ങനെയാണ് ദൈവവചന പരിഭാഷ എന്നുള്ള ആ ശുശ്രൂഷ തുടങ്ങുവാനായിട്ട് വന്നത്. നാം ഓരോരുത്തരും ചിന്തിക്കുന്ന, നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന ദൈവം ഓരോരുത്തരുടെ ഭാഷയിലും ഓരോരുത്തരുടെ ജീവിത രീതിയിലും സ്നേഹിക്കുന്നതാണ്, ഇടപെടുവാൻ ശക്തനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നുന്നു എന്റെ സമയം ഏതാണ്ട് തീരാറായി. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഈ ഷെയറിംഗ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 19 താഴേക്കുള്ള വാക്യത്തിൽ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെയധികം എന്നെ മനസ്സിൽ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സമ്പാദിക്കുന്നത്? ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിക്ഷേപം സ്വീകരിക്കുവാൻ, നിക്ഷേപം സമ്പാദിക്കുവാൻ നമ്മൾ അധ്വാനിക്കുന്നതിൽ നിന്നും കുറെ കൂടി കൂടുതൽ അധ്വാനിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ അസറ്റായി മാറുന്നത്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അസറ്റ് ഉണ്ടാകുന്നു. നാം സ്വർഗത്തിൽ എങ്ങനെയാണ് നാം ഒരു നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടുവാണ് വന്നത്. നമ്മുടെ ജീവിതത്തിൽ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ യേശുവിനോട് കൂടെ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പിൻ, സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് ധ്യാനിപ്പിൻ. അപ്പോ ഇവിടെ പറയുന്നു, ഹൃദയം ഇരിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നാനത്തോടുകൂടി യേശുവിനോടുകൂടി ആക്കപ്പെട്ടെങ്കിൽ ആ സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിപ്പാനും
ധ്യാനിപ്പാനും വളരെ ഇടവരാണ്. കാരണം ഈ ഭൂമിയിലുള്ളതെല്ലാം മരണത്തോടുകൂടി അവസാനിക്കുവാണ് വരും. എന്നാൽ ഒരിക്കലും ആരും എടുത്തുകൊണ്ട് പോകാത്ത, മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നാം സമ്പാദിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് ഒരു വാക്യം ഗലാത്യ ലേഖനത്തിൽ, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയാണ്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലാഭനഷ്ട കേസുകൾ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവന്റെ അവസാന സമയത്താണ്. അല്ലെങ്കിൽ ഒരു അധ്വാനിക്കുന്ന, മാസത്തിൽ പണിയെടുക്കുന്ന ആളുടെ സംബന്ധിച്ചോളം വേതനം കിട്ടുന്നത് അവന് മാസത്തിന്റെ അവസാനമാണ്. ആ വേതനം മേടിക്കുവാനായി വളരെ അവൻ സന്തോഷത്തോടെ കടന്നില്ല എന്ന് പറയുന്ന പോലെ പൗലോസ് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ലാഭമായിരിക്കുന്നത്? അവന്റെ ജീവിതത്തിൽ മുഴുവൻ അവൻ ആ സ്വർഗത്തിൽ അവൻ സ്വരുക്കൂട്ടുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്വർഗത്തിൽ ഒരു വലിയ നിക്ഷേപമുള്ളവരാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സിന്റെ ഉദ്ദേശത്തോട് പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും വലിയ അനുഗ്രഹം ഉണ്ടാവും. ഇന്ന് നാം കാണുന്ന സമൂഹത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവൃത്തിയായിരിക്കാം അത്. എങ്കിലും നാം ഒന്ന് ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ, എന്റെ ഈ ദിവസങ്ങളിലെ ജീവിതത്തിൽ എത്രമാത്രം ഞാൻ സ്വർഗത്തിലെ അപ്പച്ചന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സ്വത്തുകൾ അല്ലെങ്കിൽ സ്വരൂക്കൂട്ടുന്നു. പ്രാർത്ഥനയാലും അതുപോലെ സുവിശേഷ പ്രവർത്തനത്താലും അനേക ആത്മാക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വർഗത്തിൽ വലിയൊരു സ്വരൂപിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ക്രിസ്തീയ ജീവിതം വളരെ അനുഗ്രഹമായി തീരുവാണ് വരും. നാം വളരെയധികം ബുദ്ധിമാന്മാരാണ് എന്ന് നമ്മളോട് ദൈവം പറയുവാണ് വരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ചില പ്രവർത്തികൾ ഭൂമിയിൽ ഉണ്ടാകട്ടെ. കാരണം ഈ നമ്മൾ ചില FD ഫിക്സഡ് ഡെപ്പോസിറ്റുകളെയൊക്കെ നോക്കുമ്പോൾ അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയപരിധി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഇടുവാനോ സാധിക്കും. എന്ന് പറയുന്ന പോലെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള സ്വരുക്കൂട്ടൽ നടക്കുക. മരണത്തിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വരുക്കൂട്ടിയോ അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പൗലോസ് പറയുന്ന പോലെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും. സാധാരണ ലോകത്തിലെ ആളുകൾക്ക് മരണം എന്ന് പറയുന്നത് നഷ്ടമാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിൽ മരണം എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ആയുള്ള ഒരു കച്ചവടമാണ്, അല്ലെങ്കിൽ ലാഭമാണ്. അതിലേക്ക് നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഈ അവസരം തന്ന പാസ്റ്റർക്കും അതുപോലെ ഈ കൂട്ടായ്മയ്ക്കും നന്ദി പറയുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ട്. എങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി വളരെ ശക്തമായി നടത്തുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ സമൂഹം മുഴുവനായി കർത്താവിലേക്ക് കടന്നു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 20ഓളം പാസ്റ്റർമാർ ഞങ്ങളോട് ഒപ്പം പ്രവർത്തിക്കുന്നു. ഈ ഭാഷക്കാരുടെ ഇടയിൽ നിന്നും 10-15 ചർച്ചകളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.